അവർ മാത്സ് അക്കാദമിയിലെ ഗണിതം ലളിതം മധുരം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ SSLC A+ കിട്ടാൻ വേണ്ടി ഉള്ള ഷോർട്ട് കട്ടുകൾ നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ A+ കിട്ടണമെങ്കിൽ സൂത്രവാക്യം പഠിക്കണം, കണക്കുകൾ ചെയ്ത് പഠിക്കണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കണം, ഒരു 45 മിനിറ്റെങ്കിലും ഒരു ദിവസം എപ്പോഴും മാത്തമാറ്റിക്സിന് വേണ്ടി എഴുതി പഠിച്ചുകൊണ്ട് ചിലവഴിക്കണം. ഇതൊക്കെ ആണെങ്കിലും നമ്മൾ പറഞ്ഞു ചില ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ്, കുഞ്ഞു ക്വസ്റ്റ്യൻസ് അത് ചെയ്യുമ്പോൾ എപ്പോഴും മിസ്റ്റേക്ക് വരുന്നുണ്ട്. അത് നമുക്ക് ചെയ്യാം. 2-3 എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ട്. അതിനു പുറമെ സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം, ഈ 4 റേഷണൽ ഓപ്പറേഷൻസ് ഇത് ചെയ്യുമ്പോൾ ചെയ്തത് ശരിയാണോ എന്ന് പരിശോധിക്കുന്ന വഴി നമുക്കില്ല. സാധാരണ കൺവെൻഷണൽ മെത്തേഡിൽ ടെക്സ്റ്റ് ബുക്കിൽ നമ്മളിപ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ കൂട്ടാൻ എളുപ്പ വഴിയുണ്ട്. സാധാരണ കൂട്ടുന്നല്ലാതെ കൂട്ടാൻ എളുപ്പ വഴിയൊക്കെ ഉണ്ട്. അപ്പം അത് കൂട്ടി ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അത് ആൻസർ ശരിയാണോ എന്ന് നോക്കൽ സാധാരണ നമ്മൾ ചെയ്യൽ മേലെ നിന്ന് താഴോട്ട് കൂട്ടിയാൽ താഴെ നിന്ന് മേലോട്ടും കൂട്ടുക. അതല്ലാതെ കൊണ്ട് ഒരു വഴിയുണ്ട്. വേദിക് മാത്സിലൂടെ സങ്കലനായാലും വ്യവകലനായാലും ഗുണനായാലും ഹരണായാലും ഇനി റേസിംഗ് വിത്ത് പവേഴ്സും എക്സ്ട്രാക്ഷൻ ഓഫ് റൂട്ട്സും ഏത് വന്നാലും ചെയ്ത ക്രിയ ശരിയാണോ എന്ന് പരിശോധിക്കാൻ ഒരു വഴിയുണ്ട്. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ലാത്ത വഴിയാണ്. സാധാരണ ക്ലാസ്സുകൾ പഠിപ്പിക്കാറില്ല, ഇല്ല. അപ്പം അതിൻ്റെ വഴി ഇതാണ്. ഞാനിപ്പോൾ ഒരു 9446ഉം 8113ഉം ഈ 2 സംഖ്യകൾ നമ്മൾ ആഡ് ചെയ്യുന്ന, ഇനി കൂടുതൽ സംഖ്യ ആയിക്കോട്ടെ, 1 2 3 4 5 2 1 6 ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന മേലോട്ട് മുകളിൽ നിന്ന് താഴോട്ടും ആഡ് ചെയ്യും. അത് ശരിയാണെന്ന് നോക്കാൻ താഴെ നിന്ന് മേലോട്ട് ആഡ് ചെയ്യും. അതല്ലാതെ കണ്ട് ചില സമയത്ത് നമുക്ക് പരിശോധിക്കേണ്ടി വരും. അതിനൊരു എളുപ്പ വഴിയുണ്ട്. ഞാൻ കൂട്ടുന്നു 6 3 9 4 13 6 19, 1 4 5 1 6 3 9 10, 1 4 5 1 6 2 8 2 10, 1 9 10 തൊട്ട് 12 1 19 5 24 നമ്മൾ കൂട്ടി. ഇത് ശരിയാണോ എന്ന് സാധാരണ എപ്പോഴും ഏത് ക്രിയ ചെയ്യുമ്പോഴും ഈ ക്രിയ എഡീഷൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പരീക്ഷയ്ക്ക് മറ്റേ ഷോർട്ട് കട്ട് അറിയില്ലെങ്കിലും മേലെ നിന്ന് താഴോട്ട് കൂട്ടിയാൽ താഴെ നിന്ന് മേലോട്ട് കൂട്ടണം. അത് അക്കൗണ്ടൻസിലായാലും മാത്തമാറ്റിക്സ് പരീക്ഷയായാലും ഏതായാലും. അപ്പൊ താഴെ നിന്ന് മേലോട്ട് കൂട്ടിയാൽ ഉടനെ മേലേം താഴോട്ട് കൂട്ടണം, മേലേം താഴോട്ട് കൂട്ടിയാൽ താഴെ നിന്ന് മേലോട്ട് കൂട്ടണം. 6 4 13 13 6 19, 1 1 2 3 5 1 6 4 10, 1 2 3 2 5 1 6 4 10, 1 5 6 1 7 8 5 9 24. ശരിയാ. പക്ഷെ എന്നാലും ചിലത് കുറേ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ കൂട്ടാൻ ആയിന്ന് വരില്ല. അതിൻ്റെ വഴി ഏതാന്ന് ചോദിച്ചാൽ ഡിജിറ്റ്സം നോക്കി കണ്ടുപിടിക്കല. ഡിജിറ്റ്സം എന്ന് പറഞ്ഞാൽ 9 4 4 6 എല്ലാ അക്കങ്ങളും കൂട്ടുക. ഒരു സംഖ്യനെ 3 കൊണ്ടോ 9 കൊണ്ടോ നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ പരിശോധിക്കല് ഇതെല്ലാം കൂട്ടിയിട്ടാ. അതുപോലെ 9 4 13 4 17 6 23, അത് എത്രയാ? ഇത് വീണ്ടും കൂട്ടിയാൽ എത്രയാ? 2 3 5. 8 1 9 1 10 3 13, 1 3 4 വീണ്ടും കൂട്ടി വെക്കുന്നത്. 1 2 3 3 6 4 10, 1 0 1, 5 2 7 1 8 6 14, 1 4 5. ഇതിൻ്റെ എല്ലാം ഡിജിറ്റ്സം കണ്ട്. ഡിജിറ്റ്സം കണ്ടിട്ട് ആ കിട്ടിയ വീണ്ടും ഇതെല്ലാം ക്രിയ നമ്മൾ അഡീഷനാണല്ലോ, കൂട്ടലാണല്ലോ. ഇത് കൂട്ടി വെക്കുന്നു. 5 4 9 1 10 5 15, അതിനെ ഡിജിറ്റ്സം ആക്കുന്നു. 1 5 6. ഈ മേലുള്ള ക്രിയകളെല്ലാം 3-4 ഉണ്ടാകും. 1 2 വേഗം കിടിയില്ല. 6. ഈ ആഡ് ചെയ്ത് കിട്ടിയ തുക നമ്മൾ അതേപോലെ ആക്കി. 2 4 6, 6 0 കൂട്ടുന്ന 2 4 6, 6 9 എത്രയാ? 15. 1 5 കൂടി കൂട്ടി വെക്കാന് 6. ഇത് രണ്ടും കറക്റ്റാ. അതുകൊണ്ട് ഈ ആഡ് ചെയ്ത് ശരിയാണ്. നമ്മൾ ആഡ് ചെയ്ത് ശരിയാണെന്ന് നോക്കാൻ ഒരു പുതിയ വഴി കണ്ടുപിടിക്കുന്നത്. ഇപ്പം 4236ഉം 2145ഉം കൂടി ആഡ് ചെയ്യുന്നതാണെങ്കിൽ 6 5 11, 1 3 4 4 8, 2 1 3 4 2 6. ഇത് ശരിയാണ് നോക്കുന്ന. ഇതിൽ നിന്ന് കുറച്ചാൽ കിട്ടൂ. അതെല്ലാം കൂട്ടുന്നതിനും വിഷമല്ലേ കുറക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു ട്രിക്കാണ്. 9 4 13 4 17 6 23 2 3 5 ആയി.
ഒറ്റൊന്നും 9 1 10 3 13 1 3 4 1 2 3 3 6 4 10 1 5 2 7 1 8 14 5 എന്നിട്ട് ഇതെല്ലാം കൂടി കൂട്ടിയ 5 4 9 10 5 15 1 5 6 6 കിട്ടിയ ഡിജിറ്റ്സ്. ഒന്നോ രണ്ടോ രണ്ടെണ്ണം മാത്രമേ ഉള്ളെങ്കിൽ ഡിജിറ്റ്സ് നമുക്ക് കാണാനോ നമുക്ക്. ഇത് 2 4 6 15 1 5 6 ഇത് രണ്ട് കറക്റ്റ് ആയതുകൊണ്ട് ആൻസർ സമ്മ് ചെയ്തത് ശരിയാണ്. ഇനി മൈനസ് ചെയ്ത് നോക്ക്, ഏതും കിട്ടും, ഏതും ഇതേപോലെ ചെയ്യാനാവും. സാധാരണ ഇപ്പോ 9 നമ്മൾ ചെയ്ത 4 6 8 1 1 3 മൈനസ് ചെയ്യുന്ന മൈനസ് ചെയ്യല് വളരെ വിഷമമുള്ള സംഗതിയാണ്. ചെറിയ 5ാം ക്ലാസ് 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രമല്ല 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കും അത് അങ്ങോട്ടുള്ള കുട്ടികൾക്കും കാൽക്കുലേറ്റ് ഇല്ലാതെ മൈനസ് ചെയ്ത് വിഷമാണ്. ഇത് മൈനസ് ചെയ്യാൻ പെട്ടെന്ന് കഴിയുമല്ലോ, കാരണം 6നേക്കാൾ കുറവല്ലേ വരുന്നത്, എല്ലാം 4നേക്കാൾ കുറവല്ലേ വരുന്നത്, 4നേക്കാൾ കുറവാണ് വരുന്നത്, 9നേക്കാൾ കുറവാണ് വരുന്നത്. കുറവാണെങ്കിൽ 6 3 വരച്ചാൽ 3, 4 1 വരച്ചാൽ 3, 4 1 വരച്ചാൽ 3, ഇതാ കിട്ടി. അതല്ല വലിയ ഇവിടെ 6നേക്കാൾ കൂടുതൽ ഇവിടെ വരും, 4നേക്കാൾ കൂടുതൽ ഇവിടെ വരും, 4നേക്കാൾ കൂടുതൽ വരിക. ഇങ്ങനെ വരുമ്പോൾ വ്യവകലനത്തിന് വേദിക് മാത്തമാറ്റിക്സിൽ ട്രിക്ക് ഉണ്ട്. അത് ഒരു എപ്പിസോഡിൽ പറയും. ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ചെയ്ത് ശരിയാണെന്ന് നോക്കാൻ സാധാരണ ചില സ്റ്റുഡൻസിനെ നോക്കല് ശരിയാണെന്ന് നോക്കി, ഇതിപ്പം ചെറിയ ക്രിയയാണ്, ശരിയാണെന്ന് നോക്കാൻ മേലെ നിന്ന് താഴോട്ട് കുറച്ചത് താഴെ നിന്ന് മേലോട്ട് കൂട്ടും. 3 3 6, 3 1 4, 3 1 4, 1 8 9 അങ്ങനെ നോക്കല്. അപ്പൊ അതിലും എളുപ്പം ചിലത് ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി ഡിജിറ്റ്സ് ഉണ്ടാക്കുന്നത് 9 4 13 4 17 6 23, 9 4 13 4 17 6 23. ഈ 2 3 ഡിജിറ്റ്സ് 2 3 എത്രയാ 5, 8 1 9 1 10 3 13, 8 1 9 9 1 10 3 1 3 4. 5ൽ നിന്ന് 4 കുറച്ച് ഇവിടുന്ന് നേരത്തെ കൂട്ടിയതാ നമ്മള്, ഇവിടെ കുറക്കുന്ന 5 4 കുറച്ചാൽ എത്രയാ 1, 1 കിട്ടിയ. ഇനി കുറച്ച് കിട്ടിയെന്ന് നോക്കുന്നത് 1 3 4 3 7 3 10, 1 3 1 0 1. അതാ ഇതും ശരി തന്നെ. ഇതുപോലെ ഗുണിക്കുന്നതും ഹരിക്കുന്നതും ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്തു നോക്കാൻ പറ്റും, കഴിയും. ഞാനിത് മയക്കുന്നത് നമ്മളൊന്ന് ഗുണിച്ചു നോക്കുന്നത് ഒരു 256 ഗുണിക്കുന്ന കുറെ സംഖ്യ ഗുണിക്കുന്ന 13 × 11 × 7 സമം 256 256 കിട്ടി. ഗുണിച്ചാൽ അങ്ങനെ കിട്ടും. അത് ഗുണനം പഠിക്കുന്നതല്ല, നമ്മൾ ഗുണിച്ച് ശരിയാണോ എന്ന് പരിശോധിക്കുന്ന വഴിയാ പഠിക്കുന്നത്. അപ്പൊ ഇത് ഗുണിച്ച് ശരിയാണോ എന്ന് പരിശോധിക്കാൻ 2 5 7 6 13 എന്ന് പറഞ്ഞാൽ 1 3 4 ഗുണിക്കണം 1 3 4 ഇൻറ്റു 1 1 2 ഇൻറ്റു 7. ഇതെല്ലാം ഗുണിച്ചു നോക്കുക. 4 4 16, 16 2 32, 32നെ 7 കൊണ്ട് ഗുണിക്കുക. 7 14 1 3 21 22 എത്ര കിട്ടി? 224 കിട്ടി. നമ്മൾ ചെയ്യുന്നത് 250. ഈ ഗുണം നമ്മൾ കാണിച്ചിട്ടില്ല, അങ്ങനെയാണ് വിചാരിച്ചത്. 256 × 13 × 11 × 17 ഗുണിക്കുമ്പോൾ എപ്പോഴും ഇത് ഏതെങ്കിലും 3 സംഖ്യ എടുത്തു കഴിഞ്ഞാൽ 13 × 11 × 7 കൊണ്ട് ഗുണിച്ചാൽ അതേ 3 തന്നെ 3 ചേർത്താൽ മതി. അപ്പോ 2 5 7 6 13 1 3 4 1 3 4 1 1 2 7 ഇതെല്ലാം കൂടി ഗുണിച്ച് 4 4 16 32 7 കൊണ്ട് ഗുണിച്ചപ്പോൾ 7 14 1 3 7 21 22 അപ്പൊ 224 കിട്ടി. ഇത് വീണ്ടും ഡിജിറ്റ്സം കണ്ടാൽ 2 2 4 4 4 4 8 2 2 4 4 8 ഡിജിറ്റ്സം നമുക്ക് കിട്ടിയത് 8 ആണ്. ഇത് ഗുണിച്ച് കിട്ടിയ സംഖ്യ നമ്മൾ ഡിജിറ്റ്സം കാണുന്നത് 2 5 7 7 6 13 2 15 5 26 26 2 6 8. ഇതാ രണ്ടും ശരിയായി വന്നാണ്. അപ്പൊ ഇത് ഏത് ക്രിയയായാലും ഇങ്ങനെ ചെയ്യാൻ സാധിക്കും, നമുക്ക് ഇത്ര കൂടുതൽ ഗുണിക്കേണ്ടി വരില്ല. അപ്പൊ ഇത് മയക്കുന്ന. ഇനി ഹരിക്കുന്ന ഹരണവും ഇതേപോലെ ഏത് വന്നാലും ഇത് ഇപ്പൊ എടുത്ത സംഖ്യ എടുത്തോ 256 256 ഹരിക്കണം. ഞാൻ 1001 കൊണ്ട് ഹരിക്കുന്ന 1001 എന്ന് പറഞ്ഞാൽ 13 × 7 × 11 1001 ഇതെന്തോ ആയിക്കോട്ടെ സമം നമുക്ക് 256 കിട്ടി എന്ന് വിചാരിച്ചോ.
വിചാരിക്കലെല്ലാം കിട്ടി 250 തന്നെ കിട്ടുക. ഈ 1001 എടുത്ത 13 ഇൻറ്റു 11 ഇൻറ്റു 17 11 13 7 91 അതിനെ ഗുണിക്കാൻ ഇതിനെ കിട്ടുക. 13 1001 കൊണ്ട് ഹരിക്കുമ്പോൾ ശരിയാണ് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് 2 5 7 6 13 2 15 5 26 26 2 5 7 6 13 2 15 5 26 26 2 6 8 ഹരിക്കണം 1 1 2 ഇതാണ് ക്രിയ ചെയ്യുന്നത്. ഇതിന്റെ ഡിജിറ്റ് സം കൊണ്ട് നമ്മൾ ഹരിച്ചു. 2 5 7 6 13 2 15 5 26 26 അതിന് ഡിജിറ്റ് സം വീണ്ടും കാണും 8 ഒറ്റയൊക്കെ ആയിട്ട് മാറ്റണം. 1 0 1 0 1 1 2 8 ഹരിക്കണം 2 സം എത്ര കിട്ടി? 4 കിട്ടി. ഇതാ 4 ഡിജിറ്റ് സം കിട്ടിയ. ഹരിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഡിജിറ്റ് സം നോക്കിയാൽ നിങ്ങൾ 2 5 7 7 6 13 13 ഡിജിറ്റ് സം 13 എന്നല്ല വീണ്ടും 1 3 ആക്കുന്ന 1 3 4 ഇതാ ഡിജിറ്റ് സം ഇവിടെ ഈക്വല. ഇങ്ങനെയാണ്. ഇങ്ങനെ ഏത് ക്രിയ ഇപ്പൊ 95 കൊണ്ട് നമ്മൾ ഗുണിച്ച് 95 95 ഇതാ കിട്ടുക 90 25 കിട്ടുക. 95 95 90 25 അത് ഈ പഠിക്കുന്നല്ല നമ്മൾ ഗുണിച്ചത് ശരിയാണോ എന്ന് പരിശോധിക്കുന്ന. 95 കൊണ്ട് ഗുണിക്കുമ്പം ഒറ്റയുടെ സ്ഥാനത്ത് 5 5 25 ഇതിനോട് 1 കൂട്ടി 19 90 അതൊന്നും എഴുതില്ല. പല വിധത്തിൽ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത് സ്ക്വയർ ഉപയോഗിച്ച് ചെയ്താൽ 5 25 2 9 42 92 92 9 99 89 90 ഏത് വിധത്തിലും ഇനി ഗുണിച്ചാൽ മതിയെ കിട്ടുക. ഈ വേദിക് മാത്തമാറ്റിക്സിൽ എല്ലാറ്റിനും ഒരു വഴിയല്ല, ഒത്തിരി വഴികളുണ്ടാവും. 95 വേറൊരു വഴി എന്താണെന്ന് ചോദിച്ചാൽ 95 95 8 100 5 കുറച്ചാൽ 95 അപ്പോൾ 5 ഇങ്ങനെ എഴുതാൻ കാരണം ബേസ് 100 ആയതുകൊണ്ടാണ്. ഇവിടെയും 0.5 ഇത് വേറൊരു വഴി. 5 25 95 5 കുറച്ചാൽ 90 കണ്ടോ. ഇങ്ങനെ പല വിധത്തിൽ ഗുണിക്കാനാവും. എന്തോ ആയിക്കോട്ടെ ഗുണിച്ചിട്ട് നമ്മൾക്ക് എത്ര കിട്ടി? 90 25 കിട്ടി. ശരിയാണ് നോക്കുന്നത്. 95 9 5 14 1 3 4 9 5 14 1 4 5 9 5 14 1 4 5 5 ഇവിടെ ഗുണിച്ചതാ 25 2 5 7 ഡിജിറ്റ് സം 7. ഇത് ഡിജിറ്റ് സം ഇത് ചെയ്തെങ്ങനെയാന്ന് ചോദിച്ചാൽ 9 5 14 9 5 14 1 4 5 1 4 5 അയ്യൻ ഗുണ ഇവിടെ ക്രിയ. അപ്പൊ 5 25 2 5 7 ഗുണിച്ച് കിട്ടിയ പ്രൊഡക്റ്റ് 9 11 5 16 1 6 7 കേട്ടോ. ശരിയായി. ഇങ്ങനെ നമുക്ക് ഗുണിക്കലും ഹരിക്കലും സങ്കലനവും വ്യവകലനവും ഗുണനവും ഹരണവും അതുപോലെ റേസിംഗ് ദി പവേഴ്സും എക്സ്ട്രാക്ഷൻ ഓഫ് ഫ്രൂട്ട്സും എല്ലാം ക്രിയ ശരിയാണോ എന്ന് പരിശോധിക്കാൻ കഴിയും. ഇത് വേദിക് മാത്സിൽ മാത്രമേ ഉള്ളൂ. അത് ഉപയോഗിച്ചിട്ട് നമ്മളെ കൺവെൻഷണൽ മെത്തേഡ് ടെക്സ്റ്റ് ബുക്കിൽ ഇതുവരെ വന്നിട്ടില്ല. പണ്ടുള്ള ഈ വേദിക് മാത്തമാറ്റിക്സിൽ പലതും ഇന്ന് പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ 1 3 5 7 9 ഒക്കെ ടെക്സ്റ്റ് ബുക്ക് മാറി. അതിലൊക്കെ വേദിക് മാത്സിൽ പല ഭാഗങ്ങളും എങ്ങനെയോ വന്നിട്ടുണ്ട് ഷോർട്ട് കട്ടായിട്ട്. അതേസരത്തിൽ ഇതൊന്നും വന്നിട്ടില്ല ഒന്നിലും. അപ്പൊ ഇങ്ങനെ ക്രിയകൾ ചെയ്തത് ശരിയാണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു വഴിയാണ് ഡിജിറ്റ് സം ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കുക. അപ്പൊ ഇത്തരം സംഗതികൾ നമുക്ക് അടുത്ത ഓരോ എപ്പിസോഡിൽ പറയാം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.